അത് ഞാൻ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്ന് കലാരംഗത്ത് നിന്ന് പിന്നെ വേടനെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരാൾ. ഈ കറുപ്പ് ഇട്ടിരിക്കുന്ന കാര്യം എന്താണ്? വേടനുള്ള സപ്പോർട്ടാണ്. ഓ അത് ശരി. അതെ. ഞാൻ കറുപ്പിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇല്ല ഇല്ല. വേടനുള്ള സപ്പോർട്ടാണ്. കാരണം കറുപ്പ് കാരണം അകറ്റി നിർത്തപ്പെട്ട ഒരു ആളാണ് ഞാൻ എന്ന് ഇല്ല എന്നൊക്കെ പലരും പറയും. ഞാൻ നിൽക്കട്ടെ, മലയാള സിനിമയുടെ ഇപ്പോൾ ഇത്രയും ചാനൽസ് കുറേ നാളായിട്ട് നടക്കുന്ന റിയാലിറ്റി ഷോയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു കറുത്ത ജഡ്ജിനെ അവിടെ കണ്ടില്ല? ഒരു കറുത്ത നടിയെ നിങ്ങൾ കാണുന്നില്ല, കറുത്ത ഒരു അവതാരകനെ കാണുന്നില്ല. ഞാനൊക്കെ അതിന് ഇരയായവരാ. എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ശരി ഉണ്ട്. എനിക്ക് അഭിപ്രായമുണ്ട്, എൻ്റെ നിലപാടാണ്. വേടൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന പിന്നെ ഒരുപാട് മലയാളം ഇഷ്ടപ്പെടുന്ന ഒരു കവി പറഞ്ഞിരിക്കുന്നത് 1000 കോഴിക്കരക്കടയെന്ന് പറയുന്ന 1000 കവികൾക്ക് അരവേടൻ. ഒരുപാട് കവികൾ എഴുതുന്നുണ്ട്, പക്ഷേ ജനഹൃദയങ്ങളിലേക്ക് അത് എത്തണമെങ്കിൽ ഞാൻ പാടുന്ന പാട്ട് ഇപ്പോൾ ഒരു സദസ്സിലിരിക്കുന്ന ഒരു 1000 പേരുണ്ടെങ്കിൽ 800 പേർക്ക് കേൾക്കാൻ സാധിക്കുന്നത്, അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അവൻ്റെ കഴിവാണ്. തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കുക. വേടൻ പറയുന്ന രാഷ്ട്രീയം എന്താണെന്നോ അവൻ പറയുന്ന ആശയം എന്താണെന്നോ ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഒരു പിന്നാമ്പുറത്തൂടെ എത്രയോ വർഷങ്ങൾ മുമ്പ് നടന്ന് നീങ്ങിയ ഒരാളാണ്. അതുകൊണ്ടാണ് വേടൻ എന്നെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച ഫോട്ടോ കണ്ടില്ല. അതെന്ത് കണ്ടത്? കാരണം അവർക്ക് മുന്നേ സഞ്ചരിച്ച ആളാണ് ഞാൻ. രാമകൃഷ്ണൻ എന്തുകൊണ്ട് മാറ്റി നിർത്തി? കറുപ്പിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ ഒരാളാണ് RLV രാമകൃഷ്ണൻ. ഇന്ന് RLV രാമകൃഷ്ണൻ കലാമണ്ഡലത്തിലെ ആദ്യത്തെ ബഹുനിയാട്ട പ്രൊഫസറായി മാറണമെങ്കിൽ അയാളുടെ കഴിവുകൊണ്ട് അയാൾ കയറി വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കണം.